ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം, ആലുവ എന്ന് പറയുമ്പോൾ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആലുവ ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി ചൂണ്ടി എന്ന സ്ഥലത്താണ്. ചൂണ്ടി ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 10 കിലോമീറ്റർ മാത്രം ദൂരവും കൂടാതെ കളമശ്ശേരിയിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടുന്ന് വരുന്നുള്ളൂ. ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ മനോഹരമായ വീട് ഒരു ബോക്സി മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. വലിയൊരു റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. ഏതൊരു വലിയ വാഹനവും ഈസി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം അവൈലബിൾ ആണ്. മാത്രമല്ല തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടൗണിനോട് ചേർന്ന് തന്നെ ഈസിലി ആക്സസ് ലഭിക്കുന്ന റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു ഭാഗത്തേക്ക് നമുക്ക് കാക്കനാട് ഭാഗത്തേക്കായും എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിലും മെട്രോ ചൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അതുമെങ്കിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കൂടാതെ കിഴക്കമ്പലം ഭാഗത്തേക്കായാലും പട്ടിമറ്റം, തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3.4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വരുന്നെങ്കിലും വേറെ ഹിഡൻ ചാർജോ യൂട്ടിലിറ്റി ചാർജോ മറ്റു കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗം ഡെഡ് എൻഡാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാം. മാത്രമല്ല വീടിൻ്റെ മുൻവശത്തായി ഒരു കാർ പോർച്ചിലൊരു കാറ് പാർക്ക് ചെയ്യാം. എല്ലാ ആരാധനാലയങ്ങളെല്ലാം അടുത്ത് തന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മുടെ 8 ഏക്കർ പള്ളി ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്റർ 600 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ മറ്റ് ചേർച്ചുകളും അമ്പലങ്ങളും പള്ളികളെല്ലാം ഒരു 500-600 മീറ്ററിൽ ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീട് 2 ദിവസം മുമ്പ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഈ കാണുന്ന പുതിയ വീട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 വീടും അവൈലബിൾ ആണ്. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വീട് 83 lakhs ആണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി 2 ദിവസം മുമ്പുള്ള നമ്മുടെ വീഡിയോ കണ്ടാൽ ലഭ്യമാവുന്നതാണ്. ഈ വീടിൻ്റെ മെയിൻ ഡോറ് 2 പാളികളായി ചെയ്തിരിക്കുന്നു. വടക്കോട്ടാണ് ഇതിൻ്റെ ദർശനം നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. വലിയൊരു TV യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഡൈനിങ് സ്പേസ് അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നു. ഒരു 6-8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്, ഒരു ക്യാൻറ്റിലേക്ക് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു. കിച്ചൺ സൈഡിലേക്ക് പോയ വലിയൊരു ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് ബോർവെൽ വാട്ടറും മാത്രമല്ല KW കണക്ഷനുമാണ് കേട്ടോ. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ ഒരു കോർണറിലായി ഇവിടുത്തെ വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്.
ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നു. ഒരു മനോഹരമായൊരു ബാത്റൂം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. സ്റ്റെയർകേസ് നേരത്തെ കാണിച്ചു. മനോഹരമായ രീതിയിൽ ഒരു ക്യാൻഡിൽ സ്റ്റെയർകേസാണ്. വുഡൻ ഫ്ലോറിംഗ് മോഡലുള്ള ടൈൽസുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 2 TV യൂണിറ്റ് വീടിന് നൽകിയിട്ടുണ്ട്. നമുക്ക് താഴത്തെ ലിവിങ് സ്പേസിലും അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിലും TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഇവിടുത്തെ വാളിൽ പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11 അടി വീതിയും ഒരു 13 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ്. വളരെ സൗകര്യം അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. വലിയൊരു വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് ഇതിൻ്റെ ഹാൻഡ് റെയിലിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ലൂവേഴ്സ് എല്ലാം ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ കാണുന്ന തൊട്ടടുത്തുള്ള വീടും അവൈലബിൾ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പോയി കാണാവുന്നതാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വുഡെല്ലാം ആഞ്ഞിലി മരമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വീഗാർഡിൻ്റെ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ വീടിന് അവൈലബിൾ ആണ്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 14 അടി നീളവുമാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിനെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.